ഫ്ലൈറ്റ്സ് എത്ര ഫ്ലൈറ്റ്സ് കിടക്കണം ഇങ്ങനെ. ഇതേ നമ്മുടെ ഫ്ലൈറ്റ് കിടക്കണു. ആ ഫ്രണ്ടിൽ ഫാനൊക്കെ ഉണ്ട്, അപ്പം കാറ്റൊക്കെ അടിച്ച് പോവാം അല്ലേ. തണുക്കൊന്നുമില്ല. ഇതേ നമ്മുടെ ഫ്ലൈറ്റ് കിടക്കണു. അടിപൊളി. ഇത് കുഞ്ഞു ഫ്ലൈറ്റാണല്ലോ. പൊളിച്ച് അകത്തേക്ക് നിർത്തും. നീ ഇത് കാണുന്നുണ്ടോ കല്ലപ്പായത് വല്ലതും? നിന്നെക്കാളും വലിയ പക്ഷിയാ അതൊക്കെ. വേണം സാർ അരകല്ലൊക്കെ എടുത്തോണ്ടോ എന്ന് തോന്നുന്നു. ഭയങ്കര കാലം ആയിട്ടും പറയണ്ട. അതെന്റെയാ, അതെന്റെയാ അല്ലേ, അതെന്റെയാ, എന്റെയാ. പിള്ളേരെ എല്ലാ നേരം അതിനകത്തുണ്ട്. ഇതൊക്കെ പൊളിച്ച് പണി നോക്കും. അതാണ് എഞ്ചിൻ. എഞ്ചിൻ പുറമെ എടുത്തോണ്ട് പോവാണ്. ഓയിലൊന്നും തീർന്നു കേട്ടോ. ഫ്ലൈറ്റിന് എഞ്ചിന് ഓയിൽ ഒഴിക്കുന്നത് ആദ്യമായിട്ട് അടിക്കും. അടിപൊളി. നമ്മുടെ സീറ്റ് എവിടെ? സീറ്റ് എവിടെ? കയറിക്കോട്ടെ. കുഞ്ഞ വെള്ളം എന്തൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇവിടെ കാണത്തില്ലല്ലോ. തുടക്കത്തിലെ നെഗറ്റീവ് അടിക്കുന്നത് എല്ലാം മനസ്സിലായോ? പറന്നു നോക്കണോ? നിനക്കൊക്കെ മനസ്സിലായോ? എന്തിനോടെ വിട്ടു നോക്കണം, പറന്നോളൂ. അടിയൊരു വെള്ളം കിട്ടി കേട്ടോ. ഞാൻ പോയില്ല. ഞാൻ ഇവിടെ ഉണ്ട്. കുഞ്ഞിനുള്ള സീറ്റായത്. ഞാൻ പൊങ്ങിക്കഴിഞ്ഞ് കുഞ്ഞിനെ തന്നെ മടി വെക്കാം കേട്ടോ. ഇത് മുട്ടുമ്പയ്ക്കും വേറെ ഷീറ്റ് എടുക്കണ്ടേ. മുട്ടുമ്പയ്ക്ക് ഷീറ്റ് വേണിക്കാട്ട് മുട്ടുമ്പോൾ എടുത്തിരിക്കുന്നുണ്ടോ അനങ്ങുന്നൊക്കെ ഉണ്ട്. ഫ്ലൈറ്റ് അനങ്ങാൻ തുടങ്ങി. കുഞ്ഞോട് ഇരുന്നു. ഞാൻ പിടിച്ചോളാം കുഞ്ഞിനെ. ഞാൻ പിടിച്ചോളാം. പേടിച്ചല്ലേ. ഞാൻ പിടിച്ചു. ഡേ നമ്മുടെ ഫ്ലൈറ്റ് പോകാൻ തുടങ്ങി. ഇത് വലിയ ഫ്ലൈറ്റ് അതേ അവിടെ നിന്ന് ഉറം വരുന്നു. ആ പമ്പരം കറങ്ങണം നമുക്ക് കാണാം. പലപ്പം പേച്ചണ്ട. അവിടെ പമ്പരം നിന്നു പോയല്ലോ. അപ്പോൾ അവിടെ നിൽക്കുക. എന്നാണ്ട് ഇന്ത്യൻ്റെ പമ്പരം പറക്കം പോലെ കറങ്ങുന്നു കേട്ടോ. കറങ്ങുന്നത് ഞങ്ങൾക്ക് കാറ്റില്ല, നിങ്ങൾക്ക് മാത്രമേ കാറ്റുള്ളൂ. സാറേ നമുക്ക് കാറ്റില്ല. സാറേ നമുക്ക് പ്രതിഷേധിക്കാം. ഞങ്ങളുടെ പമ്പരമൊക്കെ ഇറങ്ങാൻ തുടങ്ങി. അതിൻ്റെ കപ്പാസിറ്റർ പോയതെന്ന് തോന്നുന്നു. കപ്പാസിറ്റർ പോയില്ല, പയ്യ ഇറങ്ങുന്നത്. കാറ്റ് കണ്ടോ. ആൾക്കാരൊന്നുമില്ല. KSRTC ബസ് പോലെ അല്ലേ? ആൾക്കാരൊന്നുമില്ല. KSRTC ബസ് പോലെ അല്ലേ? ആൾക്കാരൊന്നും ഇല്ല. മേടിച്ചത് ഇപ്പം നോട്ടടിച്ചത് ആവട്ടെ. നീ മര്യാദയ്ക്ക് ഇരുന്നു. അതുകൊണ്ട് പിച്ചിരുന്നോ. കല്ലപ്പന് ബെൽറ്റ് കിട്ടണല്ലോ കേട്ടോ. പിച്ചിട്ട് നമ്മൾ പൊങ്ങുവാ. പോയി ആക്സിഡന്റിൽ കുഴപ്പമുണ്ടെന്നല്ലേ പറഞ്ഞത്? ഞാൻ കേട്ടു. കടകടന്ന് ഒച്ചയല്ലേ? നമ്മൾ പൊങ്ങാൻ പോവാണ്. കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട്. കിട്ടുന്നതിന് നമുക്ക് കുറച്ചിങ്ങ് എടുക്കാതെ വേറെ ഫ്ലൈറ്റ് കിടക്കണേ നോക്കി. അവിടെ ഒരുപാട് ഫ്ലൈറ്റ് ഇങ്ങനെ കിടക്കുന്നുണ്ട്. മൊബൈൽ കൊടുത്തു. ഓടിച്ചോണ്ട് കുറേ നേരമായിട്ട് നിലത്ത് കൂടെ ഓടുന്നേ. റോട്ടിൽ കൂടെ പോകുന്നതെന്ന് തോന്നുന്നത്. പൊങ്ങുന്നില്ല. ടേക്ക് ഓഫ് ചെയ്യാൻ പോകട്ടോ. കല്ലപ്പ നമ്മൾ പൊങ്ങാൻ പോവാ. ശ്രദ്ധിച്ചിരുന്നോ? കല്ലപ്പ പൊങ്ങാൻ പോവാ. ഇത് ഓടിക്കൊണ്ടിരിക്കുക. കല്ലപ്പ ഇതൊന്നും പൊങ്ങുന്നില്ല. നമ്മളെ കുറച്ച് കഴിയുമ്പം വഴിയിൽ ഇറക്കി വിട്ടിട്ട് പോകുന്നത് തോന്നുന്നത്. പേടിക്കണ്ട. ആണുണ്ട് കുറേ ഒച്ചയും വേണോ?
നാണിവിടെ ഉണ്ടല്ലോ പിന്നെ വെയിച്ചോടാ വെയിച്ചോ കുഞ്ഞ് ആ വെയിറ്റണ്ട കേട്ടോ ആ അവിടെ ഇരുന്ന് പോകും ആകാശം ഒക്കെ കണ്ട മേഘങ്ങൾ പറന്നു പോകുന്നതാണ് മേഘങ്ങൾ പറക്കുന്ന കാഴ്ച മിത്തുമ്മ എവിടെയായിരുന്നു അപ്പടെ ഇരിക്കുമായിരുന്നോ വിമാനം പൊങ്ങിയിട്ടാ മിത്തുമ്മനെ ഇങ്ങോട്ട് വിട്ടെ ആ അങ്ങനെയുണ്ട് വിമാനം അങ്ങനെയുണ്ട് എന്ത് വിമാനം പോടേത് കല്ലപ്പന കണ്ട് വിമാനം ഓ അങ്ങോട്ട് പോകാനാ മിട്ടുമ്മയുടെ അടുത്ത് പോകാനാ നമുക്ക് പോകാം കേട്ടോ അവിടെ ചെല്ലുന്നേ നമുക്ക് പോകാം കേട്ടോ വാക്കുണ്ടാക്കല്ലേ പോണ പോക്ക് കണ്ടില്ലേ ഭൂമി അതിർത്തി വിട്ട് പോയോ എന്നൊരു സംശയം മമ്മയും പച്ചക്കുന്നുണ്ട് മിട്ടുമ്മ എന്തൊക്കെ കഴിക്കുന്നുണ്ട് കല്ലപ്പാ കലപ്പന് പച്ചക്കുന്നുണ്ടാ കലപ്പന് ഒരു സാധനം എടുത്ത് തരാൻ അതിനകത്ത് ഫ്ലൈറ്റിൽ എന്നെ പണ്ടാനാണ് കഴിപ്പൊന്നും മുടക്കരുത് ഈ ഫ്ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തും ഭക്ഷണം കഴിച്ച് ആസ്വദിക്കുന്ന രണ്ട് സാധനങ്ങൾ ഒറ്റക്കാരെ താമസിക്കുന്ന വീട്ടിലുണ്ടോ ഇതും ഒറ്റക്കാരയിലാണ് അതായിരുന്നു താഴ്വശത്ത് എന്തൊക്കെയോ കാണാൻ പറ്റുമാ നൂറ് സാധനങ്ങൾ കാണാം ഫ്ലൈറ്റിൽ ഇരുന്ന് ഉറങ്ങുന്ന എൻ്റെ ദൈവമേ കുത്തിപ്പറിച്ചുകൊണ്ട് നടക്കുന്നവർക്ക് ആ എന്തൊക്കെ പറഞ്ഞവര് വിട്ടുപോയി എഴുന്നേറ്റ് ഇറങ്ങാറായി എനിക്ക് KSRTC കയറിയിരിക്കുന്ന പോലെ ഇരിക്കുന്നതാണ് ഇറങ്ങാറായി ആ വഴി അവനവൻ്റെ സീറ്റിൽ ഇരിക്കണം നമ്മ ഇറങ്ങാൻ പോവാ കേട്ടോ നമ്മ ഇറങ്ങും ഇപ്പം ഇറങ്ങും എത്താറായി ഇറങ്ങാറായി കേട്ടോ ഇന്ന് പേടിയുണ്ടാ ഇറങ്ങൂടെ കണ്ട ഇറങ്ങും ചെന്നു നമ്മളിറങ്ങി നിലത്ത് മുട്ടി വീട് സാറ് മേടിച്ച് കരയുന്നു പിന്നെ എങ്ങനെയുണ്ട് ആരെ എങ്ങനെയുണ്ടായിരുന്നു കിളി പോയില്ലേ അയ്യോ പിന്നെ ബ്രേക്കായിരുന്നില്ല എന്തൊക്കെയായിരുന്നു പറയാം നമ്മളെത്തി സേലം എയർപോർട്ട് കീടാകല്ലപ്പാ കുഞ്ഞാ ഓ ഞാൻ എടുക്കാം ഇവിടെ എനിക്ക് സങ്കടമായി പോട്ടോ സങ്കടം വന്നു ബാബോ അങ്ങനെ നമുക്ക് കുക്ക് കഴിക്കണം ഇനി ഫ്ലൈറ്റ് യാത്ര കഴിയും ബാഗ് എടുത്തു പോട്ടെ അങ്ങനെ സേലത്തെത്തി അടുത്ത ദിവസം വരാം അല്ലേ എങ്ങനെയുണ്ടോ സാറേ സെറ്റപ്പാണോ സാറിൻ്റെ ആദ്യ രാത്രിയായിരുന്നു ആദ്യ യാത്രയായിരുന്നു സേലം മൂലക്ക് തുമ്പി പോലത്തെ ഒരു ഫ്ലൈറ്റ് കിടന്നു സേലം എയർപോർട്ട്